സംസ്ഥാനത്ത് ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന മേഖലയിൽ ഒന്നായി കറുകുറ്റി മാറിയിരിക്കുന്നു. റോഡ് ക്രോസ് ചെയ്യുന്ന യാത്രക്കാരെ ഡ്രൈവർമാർക്കോ വാഹനങ്ങളെ കാൽനടയാത്രക്കാർക്കോ കാണാൻ കഴിയാത്ത വിധം ദേശീയപാതയുടെ മധ്യേ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന ചെടികൾ പലതും ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. തന്മൂലം കാഴ്ച മറയ്ക്കപ്പെടുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണവും സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവുമാണ് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളുണ്ട്. ആളുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ സബ്വേകളോ കാൽനടപാതകളോ ഇല്ല. അതിനാൽ അപ്പോളോ ആശുപത്രി പരിസരത്ത് വാഹനാപകടങ്ങൾ പതിവായി. കറുകുറ്റി മേഖലയിൽ കേബിൾ നഗർ, കപ്പോള ജംഗ്ഷനുകളിൽ വൻ അപകട സാധ്യതയുണ്ട്. സംസ്ഥാനതലത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നായി ഇടം പിടിച്ചിട്ടുള്ള കറുകുറ്റി കേബിൾ നഗറിലെ യു-ടേണിൽ വൻ അപകട സാധ്യതയുണ്ട്. അങ്കമാലിയിൽ നിന്നും വരുന്ന യു-ടേണിൽ വലത്തോട്ടും തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ എതിർവശത്തെ സർവീസ് റോഡിലേക്കും യു-ടേൺ തിരിയുമ്പോൾ പ്രധാന പാതയിലൂടെ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ ആശയക്കുഴപ്പത്തിലാകുന്നു. അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. കറുകുറ്റി കപ്പേള ജംഗ്ഷനിലും അങ്കമാലി KSRTCക്ക് മുമ്പിലുമുണ്ടായ അപകടങ്ങളിൽ ഒട്ടേറെ കാൽനടയാത്രക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മണ്ണുത്തി കറുകുറ്റി ദേശീയപാതയിലുണ്ടായ 5000-ഓളം അപകടങ്ങളിൽ 500-ഓളം പേർക്കാണ് ജീവഹാനി. എന്നിട്ടും അപകടങ്ങളുടെ തനിയാവർത്തനത്തിന് തടയിടാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നത് ഖേദകരമാണ്. എൻലൈറ്റ് ന്യൂസ്, കറുകുറ്റി.